സ്ട്രാറ്റജീസ് ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ആംനിയോസെൻറ്റസിസ്. ഇത് നിങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം പ്രതീക്ഷിക്കാം. അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോയിൻ്റാണ് ഈ ആംനിയോസെൻറ്റസിസ് എന്നുള്ളൊരു കൺസെപ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സ്ട്രാറ്റജീസ് ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അതിൽ വരുന്ന പ്രധാനമായി കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ആംനിയോസെൻറ്റസിസ്. സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ ആംനിയോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ to legally check increasing menace of female feticides, massive child immunization, etc. ഈ ആംനിയോസെൻറ്റസിസ് എന്നുള്ള കൺസെപ്റ്റ് ഫസ്റ്റ് തുടങ്ങിയത് ജനറ്റിക് ഡിസോർഡേഴ്സ്, അതായത് ജനിതകമായ അസുഖങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ജീവനുള്ളവരത് കാണുകയും വേണം, ആ അനുഭവിക്കുന്ന ആൾ അത് അനുഭവിക്കുകയും വേണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, ദാറ്റ് ഈസ് ഒരു സൈഗോട്ട് ഉണ്ടാവുമ്പോൾ തന്നെ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആംനിയോൺ, ആ എംബ്രിയോൻ്റെ ചുറ്റുമുള്ള മെംബ്രെയിൻ ആംനിയോൺ, അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിലെ ക്രോമസോംസ് പഠിക്കുന്നതാണ്. ഇപ്പോൾ ക്രോമസോംസിൽ അല്ലെങ്കിൽ ആ ജീൻസ്, ആ ക്രോമസോംസിനകത്ത് കിടക്കുന്ന ആ ജീൻസിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്ക് ആ സൈഗോട്ടിനെ ഇല്ലാതാക്കാം, ആ പ്രഗ്നൻസി നമുക്ക് ഒഴിവാക്കാം. ദാറ്റ് ഈസ് കുഞ്ഞ് ജനിച്ചതിന് ശേഷം നോക്കുന്നതിനേക്കാൾ നല്ലത് സൈഗോട്ടിക് സ്റ്റേജ് ആവുമ്പോൾ തന്നെ നോക്കി ഇല്ലാതാക്കലാണ്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ആംനിയോസെൻറ്റസിസ് എന്നുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് അതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് സൈഗോട്ട് ഉണ്ടാവുമ്പോൾ തന്നെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാൻ പറ്റും. പെൺകുട്ടിയാണോ എന്ന് അറിയുമ്പോൾ അത് അപ്പം തന്നെ നശിപ്പിക്കുക. പിന്നെ അതിനു വേണ്ടി ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ മിസ്യൂസ് കൂടാൻ തുടങ്ങിയപ്പോഴാണ് ഗവൺമെൻറ് അത് ലീഗലായി ബാൻ ചെയ്തത്. അതായത് അച്ഛനമ്മമാർക്ക് അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. മുമ്പൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള മദേഴ്സിന് മോണിറ്റർ അടക്കം കാണിക്കും. ദാറ്റ് ഈസ് നിങ്ങളുടെ കുഞ്ഞ് ഈ സ്റ്റേജിലാണ്, അത് അതിൻ്റെ ചലനം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ അതടക്കം മനസ്സിലാക്കി പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ നശിപ്പിക്കുമ്പോൾ അങ്ങനത്തെ കേസുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ എന്തായി, ഇപ്പോൾ മോണിറ്റർ പോലും, ആ സ്ക്രീൻ പോലും ഇപ്പോൾ പാരൻസിന് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള സ്റ്റേജിലെത്തി. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലല്ല കൂടുതൽ പ്രശ്നം, നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം കാണുന്നത്. അവിടെ ഇപ്പോഴും മെയിൽ ഡോമിനൻസ് ഉള്ള സൊസൈറ്റീസാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത്. ആംനിയോസെൻറ്റസിസ് എന്നുള്ള പ്രൊസീജിയർ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഗവൺമെൻറ് കൊണ്ടുവന്നു. കാരണം ഫീമെയിൽ ഫീറ്റിസൈഡ്സ് കൂടാൻ തുടങ്ങിയത്. കാരണം ആംനിയോസെൻറ്റസിസ് സെക്സ് ഡിറ്റർമിനേഷന് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, ഇൻസ്റ്റെഡ് ഓഫ് ഡയഗ്നോസിങ് ജനറ്റിക് ഡിസോർഡേഴ്സ്. അതിൻ്റെ സൈഡിൽ ആ പ്രൊസീജിയേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. കണ്ടോ, ആംനിയോട്ടിക് ഫ്ലൂയിഡിന് സാമ്പിൾ വിഡ്രോ ചെയ്തു. കണ്ടോ, ഒരു സിറിഞ്ചിൽ ആ ഫ്ലൂയിഡ് എടുക്കുന്നുണ്ട്, അത് സെൻട്രിഫ്യൂജ് ചെയ്തു, ആ ബയോകെമിക്കൽ കോമ്പൗണ്ട്സ് താഴെ അടിയുന്നു, മുകളിൽ ലിക്വിഡ് മാത്രം നിൽക്കുന്നു. എന്നിട്ട് താഴെ ആ സെൽ കൾച്ചർ ചെയ്തിട്ട് ആ കാരിയോടൈപ്പ് സ്റ്റഡി ചെയ്യണം, അതായത് ക്രോമസോം സ്റ്റഡി. ആ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ അറിയാം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ അതോ ഇല്ലയോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ നോക്കിയാൽ ആ കാരിയോടൈപ്പ് സ്റ്റഡി ചെയ്താൽ അറിയും. In amniocentesis, some of the amniotic fluid of the developing fetus is taken to analyze the fetal cells and dissolved substances. അപ്പോൾ ആംനിയോസെൻറ്റസിസ് എന്നുള്ള പ്രൊസീജിയറിൽ കുറച്ച് ആംനിയോട്ടിക് ഫ്ലൂയിഡ് സാമ്പിൾ എടുക്കുകയാണ്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എവിടെയാണ് കാണുന്നത്? വോംബിനകത്ത് ആ ഫീറ്റസ്, ആ ഡെവലപ്പിംഗ് എംബ്രിയോൻ, ആ ഡെവലപ്പിംഗ് ഫീറ്റസിൻ്റെ ചുറ്റും കിടക്കുന്ന ആ ഫ്ലൂയിഡിൽ നിന്നാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉള്ളത്. ആ സാമ്പിളാണ് കുറച്ച് എടുക്കും, സിറിഞ്ച് വഴി എടുത്ത്. എന്നിട്ട് ഫീറ്റൽ സെൽസും അതിൻ്റെ ഉള്ളിൽ അലിഞ്ഞു കിടക്കുന്ന സബ്സ്റ്റൻസസ്, ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും നമ്മൾ അനലൈസ് ചെയ്യണം. ഫീറ്റൽ സെൽസ് ആസ് വെൽ ആസ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്. This procedure is used to test for the presence of
certain genetic disorders such as Down syndrome, hemophilia, sickle cell anemia, etc. determine the survivability of the fetus. ഈ ആംനിയോസെൻറ്റസിസ് എന്നുള്ള പ്രൊസീജിയർ പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെ ജനറ്റിക് ഡിസോർഡേഴ്സാണ്? ദറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം, ഹീമോഫീലിയ, സിക്കിൾ സെൽ. ഇത് വെറും 3 എക്സാമ്പിൾസ്. ഇഷ്ടം പോലെ ക്രോമസോമൽ ജനറ്റിക് ഡിസോർഡേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആംനിയോസെൻറ്റസിസ് എന്നുള്ള പ്രൊസീജിയർ. Research on various reproduction-related areas are encouraged and supported by governmental and non-governmental agencies to find out new methods and or to improve upon the existing ones. അപ്പോൾ ഈ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചേഴ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറേ NGOസും ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും നല്ല പോലെ ഫണ്ട് ഇതിന് കൊടുക്കുന്നുണ്ട്. കുറേ റിസർച്ച് സെൻറ്റേഴ്സ് തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറേ ഏജൻസീസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. എന്തിനാണ്? പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള മെത്തേഡ്സിനെ കുറച്ചുകൂടി റെനോവേറ്റ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇതിനൊക്കെ റിസർച്ചേഴ്സ് ധാരാളം ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസ്. അതിലൊരു എക്സാമ്പിളാണ് ഈ സഹേലി എന്ന് പറഞ്ഞൊരു ഓറൽ കോൺട്രാസെപ്റ്റീവ്. ഈ സഹേലി എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റാണ്. ഇത് സ്ത്രീകൾ മാത്രം കഴിക്കുന്നൊരു ടാബ്ലറ്റാണ്. ഇതൊരു ഓറൽ കോൺട്രാസെപ്റ്റീവാണ്. അതായത് വായിലൂടെ ഉപയോഗിക്കുന്ന മാർഗം, അതാണ് അതിനെ ഉദ്ദേശിച്ചത്. വായിലൂടെ ഉപയോഗിക്കുന്നൊരു ഗർഭനിരോധന മാർഗം, ഓറൽ കോൺട്രാസെപ്റ്റീവ്. അതായത് ടാബ്ലറ്റ് നമ്മൾ വിഴുങ്ങുകയാണല്ലോ, ടാബ്ലറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യണം. ഇത് പ്രഗ്നൻസി താൽക്കാലികമായിട്ടൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ, ബ്ലോക്ക് ചെയ്യാൻ. അതായത് പിന്നീട് മക്കളുണ്ടാവും, നമ്മളിത് ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് നിർത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും കൺസീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നാൽ കൺസീവ് ചെയ്യാൻ പറ്റില്ല. പ്രഗ്നൻസി നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നീട്ടി വയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സഹേലി വെരി ഇമ്പോർട്ടൻ്റ്, അത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സഹേലി എന്ന് പറയുന്നത് ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്, സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്നൊരു കോൺട്രാസെപ്റ്റീവാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ലക്നൗവിലെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CDRI. ലക്നൗവിലെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CDRI. ഇപ്പോൾ സഹേലിയെക്കുറിച്ച് ചോദിക്കും, CDRI, അതിൻ്റെ ഫുൾ ഫോം, ഷോർട്ട് ഫോം, ലക്നൗ. ഈ കാര്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായി ചോദിക്കാറുണ്ട്. പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. അതായത് പോപ്പുലേഷനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. വേൾഡ് പോപ്പുലേഷൻ, അതായത് ലോകത്തിലെ ജനസംഖ്യ. Increased health facilities along with better living conditions had an explosive impact on the growth of population. അതായത് ജനസംഖ്യ കൂടാനുള്ള കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇപ്പോൾ എല്ലാവിടെയും കൂടിയില്ലേ, ഗവൺമെൻറ് ക്ലിനിക്കുകൾ, ഹെൽത്ത് സെൻറ്റേഴ്സ്. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം അറിവും കൂടാൻ തുടങ്ങി. മാഗസീൻസും പുസ്തകങ്ങളും ഏതിലായാലും, പിന്നെ എഡ്യൂക്കേഷൻ, ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ ലെവൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് മൂലം, പിന്നെ കൃഷി, നല്ല ആഹാരം, എല്ലാവിടെയും ഇപ്പം കൂടുക എന്നല്ലാണ്ട് ഏതിൻ്റെയും ക്വാളിറ്റി കമ്മിയായിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഇത് കാരണമൊക്കെ വേൾഡ് പോപ്പുലേഷൻ നല്ലപോലെ മുമ്പത്തെ കാട്ടിലും കൂടാൻ തുടങ്ങി. അപ്പോൾ ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് എലോങ് വിത്ത് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. ഇപ്പോൾ എല്ലാവരും നല്ലപോലെ ഹെൽത്ത് കോൺഷ്യസ് ആയത് കാരണം had an explosive impact on the growth of population. അപ്പോൾ ആക്ച്വലി 2 times 3 times ആണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്. പെട്ടെന്നാണ് പോപ്പുലേഷൻ കൂടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കൗണ്ടൊന്നും വേണ്ട. പോപ്പുലേഷൻ ഇൻ ഇന്ത്യ.
എ സിമിലർ ട്രെൻഡ് വാസ് ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യയിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ മുമ്പ് വളരെ കുറവായിരുന്നു, ഇൻഡിപെൻഡൻസിന് ശേഷം കുറച്ച് കൂടാൻ തുടങ്ങി, ഇപ്പോൾ വളരെയധികം കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കൗണ്ടിങ്ങിലാണ്. ഇപ്പോൾ ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലസ് കൺട്രിയാണ്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചൈനയും മറികടക്കും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ പ്രോജക്ട്സ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ചൈനയാണ് വേൾഡ് പോപ്പുലേഷനിൽ, സെക്കൻഡ് ഇന്ത്യയാണ് കിടക്കുന്നത്. ദ റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് ജനസംഖ്യ കൂടുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, ഇതും എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാധാരണ 3 മാർക്കിൻ്റെ ചോദിക്കും, 2 മാർക്കിൻ്റെയും ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഷോർട്ട് ഫോംസ്, ഫുൾ ഫോംസ് ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഇപ്പോൾ റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇപ്പോൾ ജനസംഖ്യ കൂടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ, എ റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മരണസംഖ്യ കുറയാൻ തുടങ്ങി അല്ലേ? തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ കൂടുമ്പോൾ മരണം കുറയും. ആയുസ് നമുക്ക് പണ്ടൊക്കെ 60 മാക്സിമം, അത് കഴിഞ്ഞ് മരിച്ചു പോകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, 80, 90, 100 വയസ്സും വരെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പം ഉണ്ട്. അത് ഹെൽത്ത് ഫെസിലിറ്റീസ് കൂടുന്നത് കാരണമാണ്. അപ്പം മരണസംഖ്യ കുറയാൻ തുടങ്ങി. ഡെത്ത് റേറ്റ് ഇസ് ഡിക്രീസിങ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് IMR, ഇത് വളരെയധികം കുറയാൻ തുടങ്ങി. പണ്ടൊക്കെ പ്രസവ സമയത്ത് ഒന്നെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും, അല്ലെങ്കിൽ കുഞ്ഞും, പണ്ടത്തേക്ക് അവസ്ഥ അങ്ങനെയായിരുന്നു. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണസംഖ്യ വളരെ 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 കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ഹെൽത്ത് കെയർ എല്ലാവരുടെയും നല്ലപോലെ എൻഷുർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്ത റീസൺ പറയണത് MMR, ഇതൊക്കെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതേപോലെ IMR, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ MMRഉം IMRഉം നല്ലപോലെ കുറയാൻ തുടങ്ങി. അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും മരണസംഖ്യ നല്ലപോലെ കുറയാൻ തുടങ്ങി. Increase in the number of people in reproducible age are probable reasons. അതായത് കല്യാണപ്രായം, അല്ലെങ്കിൽ ഫെർട്ടൈൽ കപ്പിൾസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഫെർട്ടൈൽ ഈ എന്താ പറയുക മാരേജബിൾ ഏജ് ഗ്രൂപ്പ്, അതായത് കല്യാണപ്രായത്തിലെത്തിയ ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അപ്പോൾ വളരെയധികം കൂടുതലാണ്. പിന്നെ റീപ്രൊഡ്യൂസിബിൾ കപ്പിൾസാണ് കൂടുതൽ. പിന്നെ ഇപ്പം അങ്ങനത്തെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സും ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ത്രൂ അവർ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസ്, RSH program, though we could bring down the population growth rate, it was only marginal. അപ്പോൾ RSH പ്രോഗ്രാം വഴി പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കമ്മിയാക്കാൻ ശ്രമിച്ചപ്പോഴും പക്ഷേ ചെറിയ തോതിൽ കുറയുന്നു എന്നാണ് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, RSH പ്രോഗ്രാം, നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമാണത് അല്ലേ? 2 പ്രോഗ്രാംസ്, ഒന്ന് RSH, ഒന്ന് FPP. ത്രൂ അവർ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, though we could bring down the population growth rate, it was only marginal. അപ്പോൾ പോപ്പുലേഷൻ കുറയ്ക്കാൻ കുറേ പ്രോജക്ട്സ് ഇറക്കിയിട്ടുണ്ട്. NGOസും GOസും എല്ലാവരും കൂട്ടായത്തോടെ ശ്രമിക്കുന്നുണ്ട്. ഇമ്പാക്ട്സ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അപ്പോൾ ഈ ജനസംഖ്യ കൂടിയാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക? ഇമ്പാക്ട്സ്, കോൺസിക്വൻസസ്, അതിൻ്റെ റിസൾട്ട് എന്താണ്? Such an alarming growth rate could lead to an absolute scarcity of even the basic requirements, food, shelter and clothing, in spite of significant progress made in those areas. നമുക്കറിയാം അല്ലേ, മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഭക്ഷണം, വെള്ളം, വായു, വീട്.
തുണി ഉടുക്കാൻ. അപ്പോൾ ഈ ജനസംഖ്യ കൂടിയാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് വരുന്നത് എക്കണോമിക് ഇമ്പാക്റ്റാണ് അല്ലേ. നമ്മുടെ വരുമാനം ഷോർട്ടേജ് ആവാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി എന്താണ്, ഫുഡ് കുറയും, നമ്മുടെ ക്ലോത്തിങ് കുറയും, ഷെൽട്ടർ അതിൻ്റെ ക്വാളിറ്റി കുറയും അല്ലേ. അപ്പോൾ ജനസംഖ്യ വല്ലാതെ കൂടിയാൽ, അൺകൺട്രോളബിളായാൽ തീർച്ചയായിട്ടും ഇരിക്കണവർക്ക്, ഇപ്പോൾ ജീവനോടുകൂടി ഇരിക്കണവർക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഷോർട്ടേജ്. നമ്മുടെ മിനിമം റിക്വയർമെൻറ്റ്സ് പോലും നടക്കാതെ വരും. ദാറ്റ് ഈസ് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വരും എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഗവൺമെൻറ് കുറേ പ്രോജക്ട്സ് മുന്നോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയത്. ഇപ്പോൾ ആക്റ്റീവായിട്ട് അത് നടത്താനും ശ്രമിക്കുന്നുണ്ട്. So the government was forced to take up serious measures to check this population growth rate. ഈ പോപ്പുലേഷൻ അമിതമായി കൂടുന്നത് തടയാൻ സീരിയസ് മെഷേഴ്സ്, ദാറ്റ് ഈസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തുടങ്ങി. സ്റ്റെപ്പ് ടു ഓവർകം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റെപ്സ് എടുക്കേണ്ടത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ജനസംഖ്യ വളർച്ച കുറയാൻ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ എടുക്കേണ്ടത്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ മുമ്പൊക്കെ, ഇപ്പം ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ദൂരദർശനിൽ സ്ഥിരമായി കാണുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു, ഹം ദോ ഹമാരേ ദോ. അത് ഒരു സ്ലോഗനാണ്. ഇത് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഹം ദോ ഹമാരേ ദോ, അതായത് ഞങ്ങൾ രണ്ടുപേരും നമുക്ക് രണ്ടുപേരും എന്നുള്ള പറഞ്ഞിട്ട്, അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും. അപ്പോൾ അതിൻ്റെ അപ്പുറം വേണ്ട. ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ 1 ചൈൽഡ് നോംസ് അവർ എടുക്കാൻ തുടങ്ങി. അതായത് ഒരു കുട്ടി മതി എന്നുള്ള രീതിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പലവടെയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് അവർ കൂടുതലായിട്ടും ഗവൺമെൻറ് കൂടുതലായിട്ടും ചെറിയ ചെറിയ കുടുംബങ്ങൾ മതി, ചെറിയ ചെറിയ കുടുംബങ്ങളാണ് നല്ലത്, അതിൻ്റെ അപ്പുറം വേണ്ട. പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചുള്ള അവബോധം, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അറിവ് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചില കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ പിക്ചേഴ്സാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അടുത്തുള്ള ചാപ്റ്റേഴ്സിലൊക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കേട്ടോ. ഏത് ചോദ്യം ഏത് രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം. ഓരോ ലൈനും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രീതിയിൽ തന്നെ ചിലപ്പോൾ പിക്ചർ വരാം, ചിലപ്പോൾ ഈ ബാനർ തരാം, എന്നിട്ട് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ സ്ലോഗൻ തന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി, നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. ഇങ്ങനെ ജനറൽ ക്വസ്റ്റ്യൻസും വരാം ഈ ചാപ്റ്ററിൽ നിന്ന്. പോസ്റ്റർ ഉണ്ടാക്കാൻ പറയാം, ബാനേഴ്സ് ഉണ്ടാക്കാൻ പറയാം, നോട്ടീസ് ഉണ്ടാക്കാൻ പറയാം. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലേക്കും അപ്ലൈ ചെയ്യേണ്ടി വരും ബയോളജി പേപ്പറിൽ. അപ്പോൾ you might have seen advertisements in the media as well as posters, bills, etc. showing a happy couple with 2 children with the slogan hum do hamare do or we too are two. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Many couples, mostly the young urban working ones, have even adopted 1 child norm. ദാറ്റ് ഈസ് ഒരു കുഞ്ഞു മതി. സ്റ്റെപ്പ് ടു ഓവർകം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തത് മാരേജബിൾ ഏജ് കൂട്ടുക. അതായത് ഇപ്പോൾ ഗേൾസിന് 18 വയസ്സും ബോയ്സിന് 21 വയസ്സുമാണ്. അത് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഗേൾസിന് 21 മതി, ബോയ്സിന് 25 അല്ലെങ്കിൽ 26 മതി എന്നൊക്കെയാണ് ഇപ്പോൾ അവർ സജഷൻ കൊണ്ടുവന്നിട്ട് കുറച്ച് കാലങ്ങളായി. പക്ഷെ അതിപ്പോഴും പ്രാബല്യത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴത്തെ ലെവൽ പ്രകാരം
സ്റ്റാറ്റ്യൂട്ടറി ഏജ് എന്ന് പറയുന്നത് മാരേജബിൾ ഏജ് പറയുന്നത് പെൺകുട്ടികൾക്ക് 18 ആൺകുട്ടികൾക്ക് 21 വയസ്സുമാണ്. അപ്പോൾ സജഷൻ പറയുന്നത് ഈ മാരേജബിൾ ഏജ് കൂട്ടണം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സ്കോളർഷിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1 ചൈൽഡ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ 1 ഗേൾ സ്കോളർഷിപ്പ്. അപ്പോൾ ഇതൊക്കെ ഒരു ഏജൻസീസിൻ്റെ ഒരു മെത്തേഡ്സാണ്, ഗവൺമെൻറ് പ്രോജക്ട്സാണ്. അതായത് ഇങ്ങനത്തെ ഫാമിലീസിനെ അവർ കുറച്ച് ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് അവരൊരു എന്താ പറയുക സാമ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇവരൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് തുടങ്ങി വയ്ക്കുന്ന ചെറിയ രീതിയിലുള്ള പ്രോജക്ട്സാണിത്. 1 ചൈൽഡ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ 1 ഗേൾ സ്കോളർഷിപ്പ്. ഇപ്പോൾ ഇൻസെൻറ്റീവ്സ് ഗിവൺ ടു couples with small families are 2 of the other measures taken to tackle this problem. ഇനി വരുന്നതാണ് കോൺട്രാസെപ്റ്റീവ്സ്, ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ നമുക്കിത് നോക്കാം. പല രാജ്യങ്ങളുടെയും ലീഗൽ മാരേജബിൾ ഏജാണ് കേട്ടോ. ചൈനയിൽ നോക്കൂ 20 വയസ്സാണ്, ബോയ്സിനാണെങ്കിലോ 22 വയസ്സ്. ബംഗ്ലാദേശ്, ഇന്ത്യ, US, ബ്രസീൽ, റഷ്യ, UK ഇവിടെ എല്ലാവിടെയും 18 വയസ്സാണ് ഗേൾസിന്. ബംഗ്ലാദേശും ഇന്ത്യയിൽ മാത്രമാണ് ബോയ്സിന് 21 വയസ്സ്. US, ബ്രസീൽ, റഷ്യ, UK അവിടെയൊക്കെ 18 വയസ്സ് മതി ബോയ്സിന്. അപ്പോൾ ഇതിനെയൊക്കെ കൂട്ടിയാലേ നമുക്ക് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ താങ്ക് യു. ബാക്കി അടുത്ത വീഡിയോ ക്ലാസ്സിൽ അയച്ചുതരാം. ഓക്കെ.